കാസ്റ്റും കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം, എനിക്ക് പണ്ടാരം കാസ്റ്റേ ഇഷ്ടമല്ല. മനുഷ്യരല്ലേ എല്ലാരും, ഈ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു. ആരുടെ മണ്ണിൽ തീരാനുള്ളതാണ് നമ്മളെല്ലാം. കൊറേണത്തിനുണ്ട് കാസ്റ്റ്, സ്വത്ത്, ഇങ്ങനെ കൊറേണത്തിന് ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും എന്തിനാ ഇതൊക്കെ. ഞാൻ എന്റെ വീട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ടട്ടാ, എന്റെ കൈയും കാലിലും കുഴപ്പമില്ല, ഞാൻ എല്ലാം സമ്പാദിച്ചോളാം, അധ്വാനിക്കാൻ ഈശ്വരൻ. അതെ, നമുക്ക് കൈയും കാലും തന്നിട്ടുണ്ട്. അപ്പൊ ഈ വെറുതെ വീട്ടുകാരുടെ സ്വത്തും പണവും ഇതെല്ലാം ആഗ്രഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് എപ്പോഴും എന്റെ സ്വന്തം കാലിൽ നിൽക്കാനാ എനിക്കിഷ്ടം. എനിക്ക് കണക്ക് പറച്ചിൽ കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയും എനിക്കുള്ളത് ഞാൻ ഉണ്ടായിക്കോളാം, എനിക്കൊന്നും വേണ്ട ഇവിടെ നിന്ന്. അപ്പൊ ഈ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുന്ന ഒരാളോട് എന്താ ഒരു അഡ്വൈസ് പറയാനുള്ളത്? അഡ്വൈസ് അതിപ്പോ നമുക്ക് ഒരുപാട് അനുഭവിച്ച ഒരാളെന്ന നിലയിലേ കല്യാണം കഴിഞ്ഞ് കുട്ടിയായപ്പോഴാണോ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത്? ആ ടൈമിൽ തല്ലിയില്ല, അന്ന് ഇറങ്ങി ഓടിയായിരുന്നു. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു കായലുണ്ടായപ്പോ എടുത്ത് ചാടാൻ നോക്കിയിരുന്നു. ഇല്ല, ആരും രക്ഷിച്ചില്ല. ഞാൻ ചാടിയില്ല. അപ്പഴാ പെട്ടെന്ന് വയറ്റിൽ കൊച്ചുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ആലോചിച്ചപ്പോ ബാക്കോട്ട് വലിഞ്ഞു. ആ കൊച്ചെന്ത് ചെയ്തിട്ടാ, അതെ അവന് എന്തിനാ ഇതാക്കണെന്ന് വിചാരിച്ചിട്ട്. ഒന്ന് അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രണയം ഉണ്ടാവും, ആദ്യം കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരോടൊരു എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്, പ്രായം കൊണ്ടല്ല അനുഭവം കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്ന് ഒരു കാര്യം പറയാനാണെങ്കിൽ, ഇപ്പൊ പ്രേമിച്ചടക്കുന്ന ടൈം അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതകാലം എന്ന് പറഞ്ഞത്. പ്രേമം ലൈഫ് വേറെ, ജീവിത ലൈഫ് വേറെ, കല്യാണം കഴിഞ്ഞിട്ട് വേറെ. അപ്പൊ പ്രേമിച്ചടക്കുമ്പോൾ അത് അതേപടി കല്യാണം കഴിഞ്ഞ് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു കാര്യവും പ്രേമിക്കുമ്പോഴാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യരുത്. എങ്ങനെയാണോ പോകുന്നത് ആ ഫ്ലോയിൽ പോവുക. കാരണം ജീവിതത്തിലേക്ക് കിടക്കുമ്പോ നമ്മൾ സ്നേഹിച്ച ആൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇത് കിട്ടിക്കഴിയുമ്പോ അവിടെ ഉണ്ടല്ലോ, സേഫ് ആയിട്ട് അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചില ആമ്പിള്ളേര് വാല്യൂ ഇല്ലാതായി പോകും. പിന്നെ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ കളയുന്നേ. നമ്മൾ അവരോട് ഇഷ്ടം കാരണം നമ്മുടെ സെൽഫ് റെസ്പെക്ട് വരെ നമ്മൾ കളയും. അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം, സാരമില്ല, അയാൾക്ക് ഇഷ്ടമല്ലല്ലോ, വേണ്ട, വെറുതെ എന്തിനാ തല്ല് പിടിക്കുന്നേ. ആ ഒരു തല്ലുപിടുത്തം വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ പലതും വിട്ടിടുന്നുണ്ട്.